ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാറ്റത്തി കിളിക്കുണ്ട വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുധീഷ് തലേ ദിവസത്തെ കുറ്റബോധമൊക്കെ കാരണം എല്ലാവരുടെ അടുത്ത് പോയിട്ട് സോറിയും അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ പിടിക്കുന്നുണ്ട്. ലാസ്റ്റ് ഭാസ്കരൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കൊണ്ടല്ലേ ഞാൻ ഇത് ചെയ്തത്, നിങ്ങളല്ലേ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. ഇനി അവൾക്ക് എന്നെ വിശ്വാസം ഉണ്ടാവുമോ, ഇത്രയും കാലം ഞാൻ കാത്തു സൂക്ഷിച്ച എൻ്റെ ആ ഒരു വിശ്വാസം നിങ്ങളായിട്ടല്ലേ ഇല്ലാതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ അച്ഛൻ്റെ അടുത്ത് നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ പറയുന്നത്, ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യാനല്ലല്ലോ പറഞ്ഞത്, നിന്റെ ഭാര്യയ്ക്ക് ഇത്രയും മാസമായിട്ടും നിന്നെ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല, അത് നിന്റെ പോരായ്മയാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്തായാലും ഭാസ്കരൻ അച്ഛൻ്റെ അടുത്ത് ഇതിന്റെ പേരിൽ നന്നായിട്ട് സുധീഷ് ദേഷ്യം കാണിക്കുന്നുണ്ട്. നിങ്ങളാണ് ഇതിന്റെ കാരണക്കാരൻ, അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഇനി കാണുകയേ വേണ്ട, നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. സുധീഷിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ഹരീഷ് ആണെങ്കിലും സുഭാഷ് ഏട്ടനാണെങ്കിലും നികേഷ് ആണെങ്കിലും ആരും മിണ്ടുന്നില്ല. എല്ലാവരും അവനവൻ്റെ പാട്ട് നോക്കി പോയി. നികേഷ് കോളേജിൽ പോയി, മറ്റു രണ്ടുപേരും പണിക്ക് പോയി. ഇവന്റെ വാക്ക് കേൾക്കാൻ ആരും നിൽക്കുന്നില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് അവന് ഭയങ്കര സങ്കടം കേട്ടോ. അങ്ങനെ അവൻ പുറത്തിറങ്ങി പോയിട്ട് നമ്മളെ നിധിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. നിധി കാണുന്നുണ്ടെങ്കിലോ നിധി ഒന്നിനും റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒന്നിനും നിധി റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. നിധി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഓഫീസിൽ ഇരിക്കുന്നുണ്ട് വന്ന പാടെ. അത് കണ്ടിട്ട് അടുത്തിരിക്കുന്ന കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, തലേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല, അതിന്റെ പ്രശ്നമാണ്, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആളെ മനസ്സിൽ ഫുള്ള് ഇന്നലത്തെ കാര്യമാവും കേട്ടോ. എന്തായാലും സുധീഷ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നിനും നിധി റിപ്ലൈ കൊടുക്കുന്നില്ല. അങ്ങനെ അത് കണ്ടിട്ട് നിധിക്ക് ദേഷ്യം വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടികളോട് നമുക്ക് കോഫി കുടിക്കാൻ പോയാലോ, പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കോഫി കുടിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് അവർ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളെ സുധീഷ് നമ്മളെ നിധിയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവള് ഫോൺ എടുക്കാതെയാണ് കേട്ടോ കോഫി കുടിക്കാൻ പോയിട്ടുണ്ടായിരിക്കുക. സുധീഷ് ആണെങ്കിൽ എടുക്ക് നിധി എന്ന് പറഞ്ഞിട്ട് ഒച്ച വെക്കുന്നുണ്ട് കേട്ടോ അവന് അവിടെ ഇരുന്നിട്ട്. പക്ഷെ നിധി ആണെങ്കിൽ മനഃപൂർവ്വമാണ് ഫോൺ എടുക്കാതെ പോയിട്ടുണ്ടാവുക. എന്തായാലും കോഫി കുടിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടിയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിന്റെ ഹോസ്റ്റലിൽ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ നിധി ഇപ്പോൾ പ്രശ്നം, റിലേറ്റീവിൻ്റെ വീട്ടിൽ നിൽക്കുക എന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുക, പക്ഷെ അവിടുന്ന് ഇങ്ങനെ എന്നും യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. പിന്നെ രാവിലെ വരുമ്പോൾ ലഞ്ചൊക്കെ വേണ്ടേ, ഉച്ചക്കത്തേക്കുള്ളത് ഫുഡൊക്കെ അവർക്ക് ഉണ്ടാക്കി തരാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ റൂം എടുത്ത് നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, എന്തായാലും ഒഴിവുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഒഴിവുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. പാവം നമ്മളെ സുധീഷ് ഓരോന്ന് ആലോചിച്ച് ഭ്രാന്തായിട്ട് ഹരീഷിന്റെ കടയിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ നേരത്ത് ഹരീഷിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ നമ്മളെ ഹരീഷ് മെല്ലെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്, ഒരു ചായ വാങ്ങി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. എന്തായാലും സുധീഷിന് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടാവും, അത് അയാൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും സുധീഷ് വന്നിട്ട് സോറി അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്, കുറ്റബോധം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് ആണെങ്കിൽ നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇത്രയും കാലം ഏട്ടത്തിക്ക് അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ അപ്പോഴും ചെറുതായിട്ടൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ഭാര്യയല്ലേ, ഞാനിപ്പോൾ എന്താ ഇതിന് മാത്രം ചെയ്തത്, അതൊക്കെ ചെയ്യുന്നത് ഇത്ര തെറ്റാണോ, ഞാൻ റൂമിൽ കയറിയിട്ടല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏട്ടത്തിയും കൂടി അംഗീകരിക്കേണ്ടേ, ഏട്ടൻ ഭർത്താവാണെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നലത്തെ കാര്യത്തിൽ നന്നായിട്ട് റിഗ്രറ്റ് അടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സുധീഷ് അവിടെ ഹരീഷിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യും ഹരീഷ് എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ വാക്ക് കേട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോയത്, അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ തരം താഴ്ന്ന പോലെ എനിക്ക് തോന്നി എന്നൊക്കെ കേട്ടോ സുധീഷ് പറയുന്നത്. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, ഇത്രയും കാലം അച്ഛൻ പറയുന്ന എന്തെങ്കിലും വാക്ക് നമ്മൾ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ, എന്നിട്ടിപ്പോൾ നേരെ പോയിട്ട് അച്ഛൻ പറഞ്ഞു ഈ കാര്യം മാത്രം സുധീഷേട്ടൻ കേട്ടിരിക്കുന്നു, വല്ലാത്തൊരു കഷ്ടം തന്നെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഒന്നും ചെയ്യാനില്ല, നേരെ അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷിന്റെ പണിയെടുക്കുന്നുണ്ട്. സുധീഷിനെ ഇപ്പൊ ഹരീഷ് ചെറുതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആള് എല്ലാം സ്നേഹം കൊണ്ടാണ്, കൺട്രോൾ തെറ്റിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം ഹരീഷ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം എത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഇംപ്രഷനൊക്കെ എന്തായാലും നിധിയുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ടായിരിക്കും. നിധി നേരെ പോകുന്നത് ആ കുട്ടിയെയും കൂട്ടിയിട്ട് ഹോസ്റ്റലിലേക്കായിരിക്കും കേട്ടോ. അവിടെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് അറിയില്ലായിരുന്നു ഇവള് റൂം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണെന്നുള്ളത്. നിധിയെ കണ്ടപാട് അവിടുത്തെ വാർഡൻ ചോദിക്കുന്നത്, ഇവിടെ ഗസ്റ്റിന് അലൗഡ് അല്ല എന്നുള്ളത് ഇയാൾക്ക് അറിഞ്ഞൂടെ എന്നാണ് കേട്ടോ. അപ്പൊ ഇത് ഗസ്റ്റ് അല്ല, ഇവിടെ റൂം അന്വേഷിച്ച് വന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിധിക്ക് റൂമൊക്കെ ഇഷ്ടാവും, അവിടുത്തെ ബാത്റൂമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നിധിക്ക് ഇഷ്ടാവും. അങ്ങനെ അഡ്വാൻസ് എത്രയാന്ന് ചോദിക്കുന്നുണ്ട്. സിംഗിൾ റൂമിന് കുറച്ച് കൂടുതലാണ്, പിന്നെ എല്ലാവരും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്ര വരില്ല, പകുതി വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിക്ക് അവർ പറഞ്ഞ അത്ര അഡ്വാൻസ് ഇപ്പം തരാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അവൾ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ, അടുത്ത മാസം ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ
കൂടെ വന്ന കുട്ടിയുടെ റെക്കമെൻഡേഷനിൽ അവർ പറയുന്ന പൈസ കൊടുക്കാൻ പറ്റാതെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള പൈസ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ ഡീൽ ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇനി ആ വീട്ടിൽ നിൽക്കുന്നില്ല എന്നുള്ളത് അവൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അത്രമാത്രം ഇതിലാണ് ഇവിടെ വന്നിട്ട് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതും പൈസ കൊടുക്കുന്നതൊക്കെ. അങ്ങനെ നേരെ നിധി പോകുന്നത് നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ പണി സൈറ്റിലേക്കാണ്. എന്തായാലും അങ്ങോട്ട് പോകുന്നത് സുഭാഷ് ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും. ഞാൻ അവിടെ നിൽക്കുന്നില്ല, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയാനായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ഇനി കഥയിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. സുധീഷ് കാരണം തന്നെയാണ് നിധി അങ്ങോട്ട് വന്നതെങ്കിലും ഇപ്പോൾ സുധീഷ് കാരണം തന്നെയാണ് നിധിക്ക് ഇറങ്ങേണ്ടി വരുന്നതും. ഇതിൻ്റെ പേരിൽ ഒരുപാട് റിഗ്രറ്റ് അടിക്കേണ്ടി വരും നമ്മളെ സുധീഷിന്. കാരണം അവൻ കാരണം തന്നെ അവൾക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ അത് അവനെ സംബന്ധിച്ച് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ പേരിൽ സുഭാഷ് ചേട്ടനും ഹരീഷിനും നികേഷിനും ഒക്കെ നമ്മളെ സുധീഷിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ആരൊക്കെ പറഞ്ഞാലും ഇനി നിധിയെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം അവൾക്ക് ആ വീടിനോടും വീട്ടുകാരോടുള്ള വിശ്വാസം ഇല്ലാതായി തീർന്നിട്ടുണ്ട്. സുഭാഷ് ചേട്ടൻ സോറി ഒക്കെ പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് സുഭാഷ് ചേട്ടൻ സോറി പറയുന്നത്? എനിക്ക് വേണ്ടി എന്നും നല്ലത് മാത്രമല്ല ഏട്ടൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോലും ആ വീട്ടുകാരോട് ചെറുതായിട്ടെങ്കിലും നിധിക്ക് ഒരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും എല്ലാവരും സുധീഷിൻ്റെ റിലേറ്റീവ്സ് അല്ല. അപ്പം ആ ഒരു വിശ്വാസം ഇല്ലായ്മ എല്ലാവരോടും മേ ബി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഇനി വെയിറ്റ് ചെയ്ത് കാണാം എന്തൊക്കെയാ കഥയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. വീട് വിട്ട് നിധി ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് ഭാസ്കരനച്ഛനും കൂടി ഉത്തരവാദിയാവുമെന്ന് നമ്മളെ സുധീഷ് ചിലപ്പോൾ അടിച്ചേൽപ്പിക്കാൻ മതിയാവും. എന്തായാലും ഈ വീടിനൊരു വീടാക്കി മാറ്റിയത് നമ്മളെ നിധി വന്നതിന് ശേഷമാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.